ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വാട്ടർമെലൺ സ്റ്റോറീസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ നമ്മൾ ഓഫീസിലെ ഫ്രണ്ട്സൊക്കെ കൂടി ഒരു ഔട്ടിങ്, അതായത് നാളെ നമ്മുടെ രാജ് ഇവിടുന്ന് വിട പറയാണ്. അതായത് അവർ വേറൊരു കമ്പനിയിൽ നല്ലൊരു ഓഫർ കിട്ടി, അപ്പോൾ അവരങ്ങനെ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ അവൻ പോണത് പ്രമാണിച്ചിട്ട് നമ്മളെല്ലാവരും ഇന്നൊരു ഔട്ടിങ്ങിന് പോവാ. ഔട്ടിങ് വന്നിട്ട് എവിടെ രാജ നമ്മൾ പോകുന്നത്? അതെ, അപ്പൊ നമ്മൾ മറൈൻ ഡ്രൈവിൽ പോയി. അപ്പോൾ കൂടെയുള്ള കുറച്ച് പടകളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഊബർ ബുക്ക് ചെയ്ത് പോയി. അപ്പം ഞങ്ങൾ എൻ്റെ ബൈക്കിനും ഇവൻ്റെ സ്കൂട്ടറിനുമായിട്ട് പോകും. ഞാൻ എൻ്റെ ബൈക്ക് കളമശ്ശേരിയിൽ വെക്കാമെന്ന് വിചാരിക്കണേ. എന്നിട്ട് നേരെ ഇവൻ്റെ സ്കൂട്ടർ എടുത്തിട്ട് നേരെ നമ്മൾ അങ്ങോട്ട് പോകും. അപ്പം നമുക്കിനി ബാക്കി അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. ഞാൻ അങ്ങനെ കളമശ്ശേരി മെട്രോ സ്റ്റേഷൻ്റെ താഴെ എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അങ്ങനെ വണ്ടിയുടെ പെട്ടിയിൽ നിന്ന് ഞാൻ എൻ്റെ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് എൻ്റെ ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. കാര്യം നല്ല മഴ വരാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ സ്കൂട്ടറിന് ഇവിടെ നിന്ന് നേരെ സുഭാഷ് പാർക്കിൻ്റെ അങ്ങടേക്ക് പോകണം. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. ഇപ്പം തന്നെ ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഒരു 6 മണിക്ക് ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 7 മണിയായപ്പോഴാണ് കളമശ്ശേരി എത്തിയത്. അവർ ഊബറിനെ പോയേക്കണേ, അവരിനി എപ്പോൾ എത്തുമെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ അവൻ വരട്ടെ. ഞാനപ്പോഴേക്കും എൻ്റെ വണ്ടിയൊക്കെ ഒന്ന് ഇവിടെ സെറ്റ് ചെയ്ത് ഒന്ന് മൂടിയൊക്കെ ഇടണമെന്ന് വിചാരിക്കണ്. കഴിഞ്ഞ് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നല്ല ചെടി കാര്യങ്ങളൊക്കെ തെറിക്കും തോന്നുന്നു വരും. അപ്പം എൻ്റെ ഒരു സാധനങ്ങളെല്ലാം വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ സുഭാഷ് പാർക്കിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ രാജ്മോൻ ഫ്രണ്ടിലൊക്കെ ഉണ്ട്. രാജ്മോൻ എടാ, അവറ്റകൾ എന്തിയാടാ? ഇവരെ തപ്പിനി നടക്കണം. അവിടെ ആ പുഴയുടെ ഭാഗത്ത് എവിടെയോ ആണ് അവരിയ്ക്കണത്. കണ്ടാ? യെസ്, ഫൈനലി ഞങ്ങൾ അവരെ കണ്ടിരിക്കുകയാണ് ഗൈസ്. സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടിയിരിക്കുകയാണ്. താ നിൽക്കുന്നു 3 എണ്ണം അനാഥപ്രേതങ്ങളെ പോലെ താ നിൽക്കുന്നു. ഹലോ ഗൈസ്. ഹലോ അശ്വമോൻ. ഹലോ മേഘാണ്ടി. എന്താണ് കയ്യിൽ? ഇത് എന്താണ് തിന്നാൻ വേണ്ടി മാത്രം? ചേച്ചി ഇതൊക്കെ ഹായ്, വന്നപ്പോ തന്നെ ഉണ്ണിയപ്പം. എന്റെ ഡയറ്റ്, അയ്യോ എന്റെ എല്ലാം പോയി. പക്ഷെ ഞാൻ ബിരിയാണിയുടെ ചിക്കൻ മാത്രം കഴിച്ചുള്ളൂ ഗൈസ്. എനിക്ക് വേണ്ട അശ്ന. എങ്ങനെയുണ്ടായി മേഘ സുഭാഷ് പാർക്കിൽ എക്സ്പീരിയൻസ്? പറ. നല്ല മഴയുണ്ട്. നമ്മൾ ഇതുവരെ വരാത്ത സ്ഥലമാണ്. നീയാണോ ഫസ്റ്റ് ടൈം ആണോ? ഞങ്ങൾ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം. ഇവിടെ അടിപൊളിയാ. ഇവൻ ആദ്യമായിട്ടാ സുഭാഷ് പാർക്ക്. രാജ എങ്ങനെയുണ്ട് സുഭാഷ് പാർക്ക്? നമ്മളിപ്പോ ഒന്നുള്ളൂ, എന്നാലും ഇവരെ കണ്ടതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത്ര സുഖകരമൊന്നുമല്ല. അവര് 3 കപ്പലിന്റെ നിന്നിട്ട് നമുക്ക് ഒരു കപ്പലിന്റെ മാറ്റി വെച്ചാണ്. ദിസ് നോട്ട് ഫെയർ അല്ല. ഒരു ഡയറ്റിന് കപ്പലിന്റെ കഴിക്കാം, കുഴപ്പമില്ല. അല്ല, നിനക്കില്ല, അവന് മാത്രമുള്ളതല്ലേ. ഡയറ്റ് ചെയ്യുന്ന സഞ്ജുവിന് നോ കപ്പലിന്റെ. പക്ഷെ ഉണ്ണിയപ്പത്തിന് വേണ്ടി ഇതേ വീണ്ടും അവരെ വിളിച്ചുകൊണ്ടും ഉണ്ണിയപ്പൻ ടീംസിനെ വീണ്ടും വിളിച്ചു വരുത്തി ഇല്ലില്ല വിളിച്ചു വരുത്തി ഇതേ ഉണ്ണിയപ്പം മേടിക്കുന്ന നമ്മുടെ ടീം ലീഡ് കം എല്ലാം കം. ഷേടാ, വീണ്ടും കിട്ടി. ആഷ്നെ, ഉണ്ണിയപ്പത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണോ തോന്നി? ആശമോൾ, നമ്മൾ എന്താ ചെയ്യുന്നേ? ആശമോൾ എന്താ ആശമോനോട് ഇത് ചിപ്സാന്ന് പറഞ്ഞ വായുടെ മൈക്കാണ്. ആശമോൾ ചായ കുടിക്കല്ലേ? ഇങ്ങനെയല്ലല്ലോ ചായ, ഇങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. സൂപ്പർ ചായ വേറെ കുടിക്കണ്ടില്ല. ചേച്ചി എങ്ങനെയുണ്ടായി ചായ? കോഫി നല്ല കോഫി. എങ്ങനെയുണ്ടായി കോഫി? നല്ല കോഫിയാ. പക്ഷെ ഇങ്ങനെയാണോ നേരത്തെ പറഞ്ഞത്? അല്ല, എനിക്ക് മാംഗോ ബാർ വേണമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ എല്ലാരും ഇവള് വാങ്ങി തന്നില്ല മാംഗോ ബാർ. ഇല്ല, എനിക്ക് പൊന്നിതൊന്നും വായിലോട്ടുണ്ടല്ലോ. ഞാൻ കോഫിയാണ് ഓൾറെഡി പറഞ്ഞ. ചേച്ചി ലാസ്റ്റ് മിനിറ്റിൽ ചേച്ചി പ്ലാൻ മാറ്റി. ഇല്ല, രാജു വിളിച്ചു. രാജു
പറടാ. ഒന്നും പറയാനില്ല. അവിടെ ഫോക്കസ് ചെയ്യാം. അവിടെയാണ് കണ്ടന്റ്. നീ പറഞ്ഞാൽ കേൾക്കൂല കേട്ടോ, ഞാൻ പറഞ്ഞാലേ കേൾക്കുള്ളൂ. ഇല്ലില്ല ചേച്ചി പറഞ്ഞോ, അന്ന് കേൾക്കൂല. മോള് പറഞ്ഞു. നിങ്ങള് തൂങ്ങി പിടിച്ചടക്കാൻ പറ്റുമോ? അല്ല കൊള്ളാം, രസമുണ്ട്, സൂപ്പർ. മെഗാ പോസ് ചെയ്യണോ? വീഡിയോ അടി വണ്ടി. ഞാൻ എടാ കറക്റ്റ് മേഘം തൂങ്ങോട്ടി നീ. തൂങ്ങ്. കൊരങ്ങന്റെ ജന്മം. അത് പൊട്ടൂലല്ലേ? പൊട്ടറാണെങ്കിൽ നല്ല ആയിരുന്നു. എന്റെ ദൈവമേ, ഇതിന് രണ്ടിനും വട്ട. ആശ്രപ്പെട്ട തള്ളയായി. ഗൈസ് നോക്ക് ഗൈസ്, ഒരുത്തിതേ മരത്തിൽ കയറണ ഗൈസ്. ഗൈസ് നോക്കിയത് പാമ്പും ഇതൊക്കെയുള്ള സമയത്താണ് ഇവിടെ കയറും. നല്ല സുഖോണ്ടിരുന്ന 3 കൊരങ്ങുകള് അല്ലേ? മേഘ എന്താണ് പറയാനുള്ളത് നിനക്ക്? പോലീസ് വന്നു, മേഘനെ ഇപ്പൊ പിടിക്കും. അയ്യേ പോലീസൊന്നും അല്ല. നമ്മളങ്ങനെ തട്ടുകടയിലേക്ക് എത്തിയേക്കാണ് ഗൈസ്. നോക്കൂ, എല്ലാരും തട്ടുകടയിൽ വെയിറ്റിംഗ് ആണ്. രാജുമോൻ നമ്മളെന്താ വാങ്ങാൻ പോണേ? ദോശയും ചിക്കനോ? എങ്ങനെയൊക്കെയാ പോണേ നീ? അവള് എല്ലായിടത്തും പോവേ. ഇതെന്താണ് കാണാൻ പോലും പറ്റുള്ളല്ലോ? എന്താണ് ഇത്? ദോശ, ചമ്മന്തി, ചിക്കൻ, സാലഡ്, മറ്റേ സവാള. ആശൊന്നും വാങ്ങിയില്ല. സോ ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ? പറയൂ, ഫുഡൊക്കെ എങ്ങനെയുണ്ടായി? ആ തട്ടിടന്നാ ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചത്. എങ്ങനെ ഉണ്ടായി രാജ? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നീ എന്താ കഴിച്ചത്? ദോശ, ചിക്കൻ. ഓക്കെ, നല്ല കോമ്പിനേഷൻ. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ? നല്ല ഫുഡായിരുന്നു. ഓക്കെ. ഇതോ മേഘേ, നിന്റെ ഒറ്റ ആളുടെ തീരുമാനം കൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഇവിടെ വന്നത്. അതെ, നമ്മള് ഇവിടെ വന്നവരെല്ലാരും ഇതിന്റെ ഫ്രണ്ടില്, ഇത് ഏതായാലും സ്ഥലം അതെ ആൽബർട്സിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഈ തട്ടടന്ന് എല്ലാരും കഴിക്കണം. സോ ഇതൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്, ലൈക്ക്, ഷെയർ. സബ്സ്ക്രൈബ്. അതെ, അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.